അച്ഛനെ മിസ് ചെയ്തു. ബട്ട് ദെൻ ഓൾസോ അച്ഛ യൂസ് ടു കം ടു, ഞാൻ ഹോസ്റ്റലിലായിരുന്നു. സോ അച്ഛൻ സ്കൂളിൽ വരും, എൻ്റെ സ്കിറ്റ്സും പ്ലേസ് എല്ലാം കാണാൻ വന്നിട്ടുണ്ട്. ഫോണ് വിളിക്കും. അങ്ങനെ എൻ്റെ പേരൻസ്, ഞാൻ ഹോസ്റ്റലിൽ ലൈക്ക് ഹോം സിക്നെസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ലൈക്ക് അപ്പം അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടി, നമ്മളോട് അത്ര അറ്റാച്ച്മെൻ്റ് ഇല്ലാതായി. അങ്ങനെയല്ല, ഒരു ഡിറ്റാച്ച്മെൻ്റ് ആണ് എനിക്കിഷ്ടമുള്ളത്, അല്ലേ? അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ്, അതെങ്ങനെ വേണമെന്നുള്ളത്. അപ്പോൾ ആ സ്പേസ് അവർ നന്നായിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ട് അവർക്ക് ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ, വളരെയധികം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കൊക്കെ പണ്ട് ആഗ്രഹങ്ങളുണ്ടായിരുന്നതൊക്കെ ഈ കുട്ടികൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം. പക്ഷേ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇപ്പോൾ അങ്ങ് ഇന്നത്തെ ചെയ്തൊരു എക്സ്റ്റൻഡഡ് കാമിയോ റോളായിരിക്കും ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ അച്ഛൻ കൂടെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്ഥലങ്ങളുണ്ട്. അപ്പം നമുക്കൊരു മാർക്കറ്റ് വാല്യൂ മാത്രമല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂവിനപ്പുറം എൻ്റെ മോളുടെ സബ്ജക്റ്റിനകത്ത് എനിക്കും ഒരു ഇടമുണ്ടാണ്, ഞാൻ കൊണ്ടുവന്ന് ചേർക്കണം അവിടെ, അങ്ങനെയൊക്കെയുള്ളൊരു ഇമോഷണൽ എലമെൻ്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങ് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വേണമെങ്കിൽ ചിന്തിക്കാമെന്ന് തോന്നി. അതൊരു സീരിയസ്ലി നല്ല കാര്യമാണ്. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ ഇതിന് കുറച്ചുകൂടെ പ്രസക്തി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങ് പറഞ്ഞതിന്. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ ഒരു പക്ഷേ ഞാൻ ശരിയാണല്ലോ അങ്ങ് പറഞ്ഞ കാര്യം വേണമെങ്കിൽ ചിന്തിക്കാം, അല്ലേ? ഒരു പേരൻറ്റിങ് എന്ന് പറയുന്നത് ആ സിനിമയിൽ ചിലപ്പോൾ ഉണ്ടാവും. അവർക്ക് അച്ഛനുണ്ട് സിനിമയിൽ, അല്ലെങ്കിൽ അമ്മയില്ല, അങ്ങനെയൊക്കെ ഉള്ളതിലും. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരാളെ കാണുമ്പോൾ എനിക്ക് ഒരു പേരൻറ്റിങ് ഫീല് വരാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണോ? അതിപ്പോൾ ആയിരിക്കും. I think a mix of everything. അങ്ങനെ what type of father? I only know this type of father. So yeah, this is my father. എനിക്ക് തന്നെ അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ആ കുട്ടിയോട് ചോദിച്ചത്. ഈവൻ ഐ ഡോണ്ട് നോ. നമ്മളങ്ങനെ ഒരു അച്ഛൻ എന്നുള്ളൊരു പൊസിഷനിങ് ഒന്നും നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടില്ല. അച്ഛൻ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെയൊന്നും റൂളൊന്നുമില്ല. എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്നൊക്കെ ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, എന്തിനാണത്തെ അച്ഛൻ ഇത്ര വളരെ സ്ട്രിക്റ്റ് ആയത്? അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? അപ്പോൾ ഐ ക്യാൻ ബി ജസ്റ്റ് ലൈക്ക് അനദർ പേഴ്സൺ. ദേ ഹാവ് ഓൾ ദ ഫ്രീഡം ടു ടോക്ക്. ഞാനൊരു ഫ്രണ്ട്ലി ഒരു ബിഹേവിയറിലാണ് അവരുമായിട്ട് പോകുന്നത്. അല്ലാതെ അവർ രാവിലെ, പക്ഷേ ഓഫ് കോഴ്സ് നമുക്ക് ചിലപ്പം ഇപ്പം നമ്മുടെ ഒരു ചൈൽഡ് അല്ലെങ്കിൽ അഡൽട്ട് പേരൻ്റ് എന്ന് പറയുന്ന ഇതിൽ കൂടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ കൂടുതൽ ഇവരുടെ കൂടെ ചൈൽഡാകും. വെരി സെൽഡം നമ്മളൊരു അഡൽട്ടാകും, ഒരു പേരൻ്റാകും. പക്ഷേ പേരൻ്റാകുമ്പോഴാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത അവരുടെ മുകളിലോട്ട് ചാടുന്നത്. സോ ഐ ട്രൈ ടു അവോയ്ഡ് ദാറ്റ്. എനിക്ക് കൂടുതലും ഇവരുടെ കൂടെ, ഇവരുടെ ഒപ്പം ഒരു ചൈൽഡായിട്ട് നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ ആ ഫാദർ എന്നുള്ള കോൺസെപ്റ്റ് എനിക്കില്ല, ടു ബി വെരി വെരി ഓണസ്റ്റ്ലി. എൻ്റെ അടുത്ത് ഇങ്ങനെ ആരും ചോദിച്ചില്ല, അതുകൊണ്ട് പറയുകയാണ്. ഇതിപ്പോൾ ഇൻഡസ്ട്രിയിൽ ഈ സിനിമയിൽ മാത്രമല്ല, എല്ലായിടത്തും, അല്ലേ? എല്ലാ ജോലികളിലും ഒരുപാട് പേര് വരുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലായാലും അല്ലെങ്കിൽ ഹോട്ടൽ ഫീൽഡിലായാലും എല്ലായിടത്തും ജോലി കിട്ടുക എന്ന് പറയുന്നത് വലിയ ചലഞ്ചാണ്. വളരെയധികം നമ്മൾ പുഷ് ചെയ്താലേ അതിൻ്റെ ഭാഗമാകാൻ പറ്റുള്ളൂ. അത് കാലത്തിൻ്റെ ഒപ്പം നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും സാധിക്കുന്നതാണ്. അപ്പം അതിന് എന്താണ്, ഇതൊരു മാജിക്കാണ്, ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ് ഒരു സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ സിനിമ സക്സസ് ആക്കാമെന്നാണ് എല്ലാവരും നോക്കുന്നത്. അതിൻ്റെ ബേസിക് ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അതിലൊരു കോണ്ടൻറ്റ് വൈസ് നല്ലൊരു കാര്യമായിരിക്കണം, അതിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. ആൻഡ് യു ഹാവ് ടു ഗീവ് സംതിങ്. നമുക്കത് നമ്മുടെ ഇമോഷൻസിനെ ടച്ച് ചെയ്യുന്ന എല്ലാ സിനിമകളും വളരെ സക്സസ്ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് ഇത്രയും ഭയങ്കര സൂപ്പർ ഹിറ്റാവുന്നൊന്നും വിചാരിച്ചില്ലല്ലോ. പക്ഷേ അതിൻ്റെ എലിമെൻ്റ്, നമ്മൾ ഏത് സക്സസ്ഫുൾ സിനിമ എടുത്ത് നോക്കിയാലും അതിൻ്റെ എലിമെൻ്റ് എന്ന് പറയുന്നതിൽ ലവ് തന്നെയാണ്. ഒരു ഫാമിലിയോടത്തുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പല സിനിമകൾ, ഇപ്പോൾ നരസിംഹം എന്നൊരു സിനിമ ഭയങ്കര സക്സസ്ഫുള്ളായി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അച്ഛൻ്റെ മകൻ്റെ സ്നേഹമാണ് അതിൽ. സോ ലവ് എന്ന് പറയുന്നത് അത്, അല്ലെങ്കിൽ ഒരു അമ്മയുടെ മകൻ്റെ സ്നേഹമായിരിക്കും. ഇപ്പോൾ ബാലേട്ടൻ എന്നുള്ള സിനിമ, ഏത് സിനിമ ഒരുപാട് എല്ലാ സിനിമയുടെ സക്സസ്സിന് വളരെ ഡീപ്പായിട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഭയങ്കരമായ സ്നേഹം ഉണ്ടാകും, ഒരു ഇമോഷൻ ഉണ്ടാകും. അപ്പോൾ അത് ലാക്ക് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഇതെന്തെന്ന്, നമ്മൾ അതിനെ ടിക്കിൾ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ഒരുപാടുണ്ടായിരുന്നു മലയാളത്തിൽ. ഇപ്പോൾ അത് അതൊക്കെ പോയി ടോട്ടൽ സിനിമയുടെ മേക്കിംഗ് മാറി. ഇതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ കൂടെ സഞ്ചരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് എങ്ങനെ നല്ല സിനിമ ഉണ്ടാക്കണം എന്നുള്ളത് അതിൻ്റെ ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. നമുക്ക് ആസ് ആൻ ആക്ടർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരുടെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. വി ഡോണ്ട് ഹാവ് ചോയ്സ് എന്നാണ് പറയുന്നത്. ആക്ടേഴ്സ് ആർ ബഗേഴ്സ് എന്ന് പറയും. വി ഡോണ്ട് ഹാവ് മച്ച് ചോയ്സസ്.